ശാലമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഉച്ചപൂജയ്ക്ക് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ബലരാമസ്വാമി ആയിട്ടാണ് കേട്ടോ ആ കലപ്പയും അതുപോലെ ഗതയും ഒക്കെ പിടിച്ചു നിൽക്കുന്ന ബലരാമസ്വാമി ആയിട്ടാണ് ശ്രീലകത്ത് ഇന്ന് ശ്രീ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുക. ബലരാമസ്വാമിയായി നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണന്റെ പാദത്തില് അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി എന്ന ബലരാമസ്വാമി ആയിട്ടാണല്ലോ ശ്രീലകത്ത്. അപ്പൊ നമുക്ക് ഇന്നൊരു ബലരാമസ്വാമിയുടെ കഥ പറഞ്ഞാലോ. പണ്ട് ബലരാമസ്വാമിയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ഇത്ര ദുര്യോധനൻ. ഈ ദുര്യോധനൻ വളരെ പ്രിയപ്പെട്ട ശിഷ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ മഹാഭാരത യുദ്ധ സമയത്ത് ആരുടെയും പക്ഷം ചേരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. പാണ്ഡവരുടെ പക്ഷം ചേരാനും ഇഷ്ടമുണ്ടായിരുന്നില്ല, കൗരവരുടെ പക്ഷത്തിൽ ചേരാനും ഇഷ്ടമുണ്ടായിരുന്നില്ല. കൗരവര് അത്ര സ്ട്രൈറ്റ് ഫോർവേഡ് ഒന്നും അല്ല, ധർമ്മ നീതി അതൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല കേട്ടോ, കൃഷ്ണൻ പാണ്ഡവരുടെ പക്ഷത്താണ് നിൽക്കുന്നത്. കൃഷ്ണനെതിരായിട്ട് രാമനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണന് പാണ്ഡവരാണ് കൂടുതൽ പ്രിയപ്പെട്ടവരെന്ന് അറിയാവുന്ന ബലരാമസ്വാമി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഏത് പക്ഷത്തും ഞാനില്ല എന്ന് വിചാരിച്ച് പിന്മാറി നിൽക്കുകയാണ് അത്രേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രല്ല കേട്ടോ, ബലരാമസ്വാമി എങ്ങനെയാ ദുര്യോധനനെ പോലുള്ള ഒരാളെ പഠിപ്പിക്കാൻ ഇടവന്നത് എന്നും കൂടി ആചാര്യന്മാര് പറയാറുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ, ഈ സ്യമന്തകമണിയുടെ കഥയൊക്കെ കേട്ടിട്ടില്ലേ? സ്യമന്തകമണി കട്ടെടുത്ത കഥ കേട്ടിട്ടില്ലേ വെച്ചാൽ താഴെ കമന്റ് ചെയ്തോളൂ, നമുക്ക് നാളെ തന്നെ ആ കഥയും പറയാം കേട്ടോ. അപ്പോൾ സ്യമന്തകമണിയുടെ കഥയുടെ സമയത്ത് ഭഗവാൻ സ്യമന്തകം കട്ടു എന്ന ഒരു അപരാധം ഭഗവാന്റെ പേരിൽ എല്ലാവരും ചാർത്തി കൊടുത്തു. ഇങ്ങനെ ഭഗവാൻ സ്യമന്തകം കട്ടു 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 എന്ന് പറഞ്ഞ് ഭഗവാനാണെങ്കിലോ മൗനം പാലിച്ചു. ഈ മൗനം പാലിക്കലില് ബലരാമസ്വാമിക്ക് ചെറിയൊരു നീരസം തോന്നിട്ടോ. ഒന്നിലോ ഈ സ്യമന്തകത്തിന്റെ കാര്യം സത്യസന്ധമായിട്ട് എല്ലാവരെയും അറിയിക്കുക, അതല്ല എങ്ങനെയായാലും എൻ്റെ കൃഷ്ണനെ കുറിച്ച് മോശമായിട്ട് പറയണത് കേൾക്കാൻ എനിക്ക് വയ്യാന്ന് കരുതി അദ്ദേഹം കുറച്ചു കാലം ദ്വാരക വിട്ട് നിൽക്കലുണ്ടായി ഇത്രേ. ഈ ദ്വാരക വിട്ട് നിന്ന സമയത്താണ് അത്രേ ദുര്യോധനൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായി മാറിയത്. ഈ കൃഷ്ണനിൽ നിന്ന് അകന്നു പോയാലത്തെ ഒരു ദുർഘടമാണ് ഈ ആചാര്യന്മാർ ഇതിലൂടെ പറയണത് കേട്ടോ. കൃഷ്ണനിൽ നിന്ന് ആർക്കൊക്കെയാണോ അകന്നു പോവാനായിട്ട് തോന്നുന്നത് അവർക്കൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുർഘടം വന്നു ചേരും എന്ന് തന്നെയാണ് ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. എന്തായാലും ദുര്യോധനൻ വളരെയധികം ഗുരുഭക്തിയുള്ള ആളായിരുന്നു. അദ്ദേഹം ബലരാമനെ വേണ്ട വിധം യൂട്ടിലൈസ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഓരോ എന്താ പറയാ മുറകളും പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. വളരെയധികം പ്രാവീണ്യം നേടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം എപ്പോഴും ഗുരുഭക്തിയുള്ള ആളാണ്. അങ്ങനെ ഇരിക്കുന്ന ദിവസം ഒരു സമയത്ത് ദുര്യോധനന് ഒരു മകളുണ്ട് കേട്ടോ. ലക്ഷ്മണ എന്ന പേരായ ഒരു മകളുണ്ട്. ഈ മകളുടെ സ്വയംവരം നിശ്ചയിച്ചു. അങ്ങനെ ആ രാജകുമാരിക്ക് സ്വയംവരം നടക്കുന്നു. ആ സമയത്താണ് ദ്വാരകയിലെ സാമ്പന് ലക്ഷ്മണയെ വിവാഹം കഴിക്കണമെന്ന് തോന്നിയത്. അപ്പോൾ ദ്വാരകയിൽ നിന്ന് സാമ്പൻ എന്ത് ചെയ്തു, നേരെ പോയിട്ട് ആ സ്വയംവര പന്തലില് പങ്കെടുത്തു. ഈ സാമ്പന്റെ മുമ്പിൽ എത്തിയതും ലക്ഷ്മണ ഒരു മിനിറ്റ് ഇങ്ങനെ നിന്നു, രാജകുമാരി ഒരു മിനിറ്റ് ഇങ്ങനെ നിന്നു. അതിനുശേഷം അടുത്ത രാജകുമാരന്റെ അടുത്തേക്ക് ഇങ്ങനെ നടക്കാൻ ഒരു ഭാവം വെച്ചപ്പോഴേക്കും സാമ്പൻ എന്ത് ചെയ്തു, ബലമായിട്ട് ആ മാല അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇടിച്ചു. അങ്ങനെ സ്വയംവരം നടന്നു എന്ന് പ്രഖ്യാപിച്ചു. ഇത് അവിടെ നിൽക്കുന്ന ദുര്യോധനാദികൾക്ക് ഇഷ്ടായില്ല. അവരെ സാമ്പനെ പിടിച്ചു കെട്ടി. എന്നിട്ട് പറഞ്ഞു സാമ്പൻ ചെയ്തത് ശരിയായില്ല എന്ന രീതിയിൽ അദ്ദേഹത്തിനെ പിടിച്ചു കെട്ടി. ഈ രാജകുമാരിക്കാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാത്ത അവസ്ഥയായി. അത് ദ്വാരകയിൽ അറിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് പോകണം, ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. സൈനികരോടൊക്കെ തയ്യാറായിരിക്കാൻ പറഞ്ഞതും ബലരാമസ്വാമി പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദുര്യോധനൻ ആരാ, എൻ്റെ ശിഷ്യനാണ്, ഞാനൊരു വാക്ക് പറയേ വേണ്ടൂ, അത്രേ വേണ്ടൂ എന്നും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി.
എന്നിട്ട് നേരെ ചെന്ന് ദുര്യോധനന്റെ അടുത്ത് ഇത് സംസാരിക്കാം എന്ന് കരുതി പോകുന്ന സമയത്ത് ഉദ്ധവരെ കൂടി കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു അത്രേ ഭഗവാൻ. അങ്ങനെ ഉദ്ധവരും ബലരാമനും കൂടി ഹസ്തിനപുരത്തിലെത്തി ഈ കാര്യം സംസാരിക്കാനാണ് എന്ന രീതിയിൽ ചെന്ന ആ ബലരാമസ്വാമിയോട് വളരെ മോശമായിട്ടാണ് അത്രേ ദുര്യോധനൻ നിന്നത്. ആദ്യമായിട്ടാട്ടോ അദ്ദേഹം അങ്ങനെ പെരുമാറുന്നത്. അങ്ങ് എൻ്റെ ഗുരുവൊക്കെ തന്നെയാണ്, സമ്മതിച്ചു. എനിക്ക് ആയോധന കലകളിലൊക്കെ വളരെയധികം നൈപുണ്യം കിട്ടിയത് അങ്ങയിൽ നിന്ന് തന്നെയാണ് എന്ന് കരുതിയിട്ട് വെറും യാദവ വംശമായിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ എങ്ങനെയാണ് ഈ കന്യകയെ വിവാഹം ചെയ്ത് നൽകുക, അതിന് മാത്രം ഒരു കുടുംബ പാരമ്പര്യമില്ല എന്ന രീതിയിലൊക്കെ ബലരാമസ്വാമിയോട് ദുര്യോധനൻ പറയണ്ടായി ഇത്ര. ഇത് കേട്ടതും ബലരാമസ്വാമി ഈ ഹസ്തിനപുരി എവിടെ കിടക്കുന്നു, ദ്വാരക എവിടെ കിടക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചതും ബലരാമസ്വാമി കലപ്പ ഇങ്ങോട്ട് എടുത്തു അത്രേ. ഹസ്തിനപുരിയൊക്കെ അദ്ദേഹത്തിന് കലപ്പ കൊണ്ട് ഇങ്ങനെ മാന്തി എടുക്കാവുന്ന അത്ര കുഞ്ഞു മണ്ണാണ് എന്ന ഭാവത്തില് അദ്ദേഹത്തിന്റെ ആ കണ്ണുകളിൽ കോപം ജ്വലിക്കാൻ തുടങ്ങി. ഇത് പന്തിയല്ലാന്ന് തോന്നിയിത്രേ ദുര്യോധനന്. അപ്പൊ കാൽക്കൽ വീണ് നമസ്കരിച്ച ലക്ഷ്മണയെ ഈ സാമ്പനെ വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷെ എന്നാലും ബലരാമസ്വാമിയുടെ ഉള്ളിലുണ്ടായ ആ ഒരു നീരസം ഉണ്ടല്ലോ ശിഷ്യനോട്, അതത്ര കുറഞ്ഞില്ല കേട്ടോ. അപ്പോൾ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു അത്രേ, ഇതുവരെ ദുര്യോധനനെ നയിച്ചിരുന്ന ഒരു ഗുരുത്വമുണ്ട്, അതായത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം, അത് ഇനി അങ്ങോട്ട് ഇല്ലാതെ പോട്ടേന്ന്. അങ്ങനെ പറഞ്ഞതും അങ്ങനെ മനസ്സിലെങ്കിലും അദ്ദേഹം വിചാരിച്ചതിന്റെ ഫലമായിട്ടാണ് അത്രേ ഏത് ഗദായുദ്ധം കൊണ്ടാണോ ഏത് ഗദായുദ്ധമാണോ ഇദ്ദേഹത്തിന് പഠിപ്പിക്കാൻ സാധിച്ചത്, അതേ ഗദായുദ്ധത്തിൽ തന്നെ അദ്ദേഹം എന്താ പറയാ തോൽപ്പിക്കപ്പെട്ടത് എന്നൊരു കഥ കൂടി ആചാര്യന്മാരെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബലരാമസ്വാമി എന്ന് പറഞ്ഞാൽ ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞ കഥയിലെ പോലെ കഥാപാത്രത്തെ പോലെ നേരെ വാ നേരെ പോ എന്നുള്ള ആളാണ്. അദ്ദേഹത്തിന് മറ്റ് ചിന്തകളോ അല്ലെങ്കിൽ എന്താ പറയുക കൊനിഷ്ഠ ചിന്തിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സമ്പ്രദായമേ ഇല്ലാത്ത ആളായിരുന്നു അത്രേ ഈ നമ്മുടെ ബലരാമസ്വാമി. അദ്ദേഹത്തിന്റെ ആ ഒരു കലപ്പ പിടിച്ചിട്ടുണ്ടല്ലോ, ഒന്നിങ്ങോട്ട് ഇതായാൽ ഈ ഭൂമി എന്താ പറയുക ഇല്ലാണ്ടാവും എന്ന് പറയില്ല, അത്രയ്ക്ക് ശക്തിമാനുമാണ് അത്രേ അദ്ദേഹം. അതാണ് ഉണ്ണികൃഷ്ണൻ പണ്ട് പറഞ്ഞത്. ഈ ഉണ്ണികൃഷ്ണൻ ആ ഒരു കഥയും കൂടി അനുസ്മരിക്കാട്ടോ. ഉണ്ണികൃഷ്ണൻ ഒരു ദിവസം ഉണ്ടല്ലോ ഒരു ഗോപികയുടെ വീട്ടിൽ കയറിയിരിക്കുക. ആ ഗോപികയുടെ വീട്ടിൽ കയറിയിട്ട് ആ ഗോപികയുടെ ഒരു എന്താ പറയാ വെണ്ണക്കുടത്തിൽ കൈയിട്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഗോപിക ഓടി വന്നു. ഗോപികയ്ക്ക് മനസ്സിലായി നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ വികൃതിയൊക്കെ. പക്ഷേ ഈ കുഞ്ഞു കുട്ടികൾ എന്ത് സംസാരിക്കണ കേൾക്കാനും നല്ല രസമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നീ ആരാണ് ചോദിച്ചു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, ഞാൻ ബലവാനായ രാമന്റെ അനിയനാണെന്ന്. എന്നെ അറിയില്ലേ, എൻ്റെ ഏട്ടനെ എന്താ ശക്തി എന്നറിയോ എന്ന് തന്നെയാ അത്രേ ആ ഉദ്ദേശിച്ചത്. അപ്പോൾ ശരി, പക്ഷെ നീ എന്താ എൻ്റെ വീട്ടിൽ കയറിയിരിക്കണേ ചോദിച്ചു ഗോപിക. അപ്പോൾ പറഞ്ഞു, ചുറ്റും ഒന്നിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് നിന്റെ വീടായിരുന്നു, ഞാൻ വിചാരിച്ചു എൻ്റെ വീടാണെന്ന്. അല്ലെങ്കിലും ഈ വൃന്ദാവനത്തിലെ വീടുകളെല്ലാം കണ്ടാലൊക്കെ ഒരുപോലെ ഇരിക്കുമല്ലോ, കുട്ടിക്ക് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും എന്ന് വിചാരിച്ചു ഗോപിക. അടുത്ത ചോദ്യം വന്നു ഗോപികയുടെ, ശരി നീ എന്തിനാണ് ഈ വെണ്ണക്കുടത്തിൽ കൈയിട്ടിരിക്കണേ എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ വേഗം കൈ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് പറഞ്ഞു, അതെന്താന്ന് വെച്ചാൽ എൻ്റെ കാണാതായ പശുക്കുട്ടി ഈ വെണ്ണക്കുടത്തിൽ ഉണ്ടോന്ന് ഞാൻ തപ്പി നോക്കിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപിക ചിരിച്ചും കൊണ്ട് പറഞ്ഞു, പശുക്കുട്ടി വെണ്ണക്കുടത്തിലോ എന്ന് ചോദിച്ചതും ഉടനെ ഭഗവാൻ പറഞ്ഞു ഇത്രേ, അതെന്റെ അമ്മ പറഞ്ഞിട്ട് കുന്തം പോയ കുടത്തിലും തപ്പണമെന്ന്, പശുക്കുട്ടി എങ്ങാനും ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ടോ നിനക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ ഭഗവാൻ നേരെ അവിടെ നിന്ന് കയ്യിൽ പറ്റിയ വെണ്ണയൊക്കെ നക്കിക്കൊണ്ട് ഓടിപ്പോയി എന്നൊരു കഥയും കേട്ടിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ബലവാനായ രാമൻ എന്ന്. എന്തായാലും ഉണ്ണികൃഷ്ണൻ രാമേട്ടന്റെ പിറന്നാളൊക്കെ വരാൻ പോവുകയാണല്ലോ, അക്ഷയ തൃതീയ വരികയാണല്ലോ. അതിനു മുമ്പായിട്ട് ആ രാമേട്ടനെ പോലൊരു വേഷം കെട്ടലാണ് ഇന്നത്തെ ശ്രീലകത്തെ രൂപം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ എന്തായാലും ബലരാമസ്വാമിയായി വേഷം കെട്ടിയ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നോക്കാം അല്ലെ. സത്യഭാമ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, സവിത ഒരു കാലത്ത് ഏറ്റവും നല്ല യൂട്യൂബ് ചാനലായി മാറും ഗുരുവായൂരപ്പ. കാരണം ഒരു മറയും കൂടാതെയുള്ള കാര്യം പറയും. ഞങ്ങൾ കുറേ പേർ സവിതയുടെ വീഡിയോ കാത്തിരിക്കുന്നുണ്ട്, സവിതയെ ഒന്ന് കാണാൻ പറ്റുമോ? സത്യഭാമ ചേച്ചിയുടെ ആവശ്യം എന്നെ ഒന്ന് കാണുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് ലത എന്ന ഭക്തയും ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്, മോളെ ഒന്ന് കാണാൻ വലിയ ആഗ്രഹമുണ്ട് എന്ന്.
പറ്റാവുന്നവരെയൊക്കെ ഞാൻ പോയി കാണാറുണ്ട് കേട്ടോ. നടക്കിൽ പോയി കാണാറുണ്ട്. അതല്ലെങ്കിൽ അവർ താമസിക്കുന്നിടത്ത് ഞാൻ പോയി കാണാറുണ്ട്. എല്ലാവരെയും എനിക്ക് പറ്റാറില്ല. കാരണം ചില സമയത്ത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ലഹള കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മളും ഇങ്ങനെ എന്താ പറയുക, ഒരു അമ്മ എന്ന നിലയിൽ ഇങ്ങനെ നന്നായിട്ട് ചൂടായിട്ടൊക്കെ നിൽക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ആരെയും കാണാൻ തോന്നില്ലല്ലോ. അങ്ങനെയുള്ള ചില സമയത്ത് ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. ബാക്കിയുള്ള സമയത്ത് ഞാൻ പോയി കാണാറുണ്ട് കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ സത്യഭാമ ചേച്ചിയും ലത ചേച്ചിയും ഒക്കെ ഇവിടെ വരുന്ന സമയത്ത് വിളിച്ചു നോക്കൂ. ഞാൻ ഇവിടെ ഉള്ള സമയമാണെങ്കിൽ, ഇപ്പോൾ വെക്കേഷനാണ്, ഞാൻ അമ്പലപ്പുഴയ്ക്ക് പോകാറായിട്ടുണ്ട്. ഞാനിവിടെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് കാണാം കേട്ടോ. അടുത്തതായിട്ട് ആഷ്ലി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, നാരായണീയത്തിൻ്റെ ഓരോ ദശകത്തിൻ്റെയും ഫലസിദ്ധിയെക്കുറിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്നാണ്. ഇതിനു മുമ്പും ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ചെയ്യാം. ഞാൻ ഓരോന്ന് വായിച്ചോളൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എല്ലാത്തിൻ്റെയും കൂടി ഒരു വിശദീകരണം നൽകാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ. ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അതിനിപ്പോൾ ഈ ലൈവിൽ ഞാൻ പറയാറില്ലേ, ഇടയ്ക്ക് കുറേ ആൾക്കാർ വരട്ടെ എന്നിട്ട് ഇന്നത്തെ അലങ്കാരം പറയാമെന്ന്. അതേപോലെ വ്യൂസ് ഒക്കെ ഒന്ന് കയറട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. ഇത് മാത്രമല്ല കേട്ടോ, എല്ലാവരോടും എല്ലാവരും കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതെൻ്റെ എല്ലാ കാലത്തെയും ആഗ്രഹമായിരുന്നു കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രേക്ഷകരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കാണുന്ന ഒരു സംഗമം ഒരുക്കണം എന്നുള്ളത്. ഡിവോട്ടീസിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്തേ ഞാൻ പറയാറുണ്ടായിരുന്നു, കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടെ ഒരു ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് അങ്ങനെ ഒരു, ഞാൻ പറയാറുണ്ടായിരുന്നില്ലേ നിങ്ങൾ എല്ലാവരുടെ അടുത്തും. അതേപോലെ എനിക്കിപ്പോഴും അത് ആഗ്രഹമുണ്ട്. ഇനി എനിക്ക് അതിലേക്ക് എത്താൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ പ്രേക്ഷകരെ എല്ലാവരെയും കൂടി കാണാൻ ഒരു വേദി ഒരുക്കണം എന്നും, ആ വേദിയിൽ വെച്ച് എല്ലാവരെയും പരിചയപ്പെടണം, നിങ്ങളിലെ ചില ആൾക്കാരുടെയെങ്കിലും കൃഷ്ണാനുഭവങ്ങൾ പങ്കുവെക്കണം എന്നും, ഒപ്പം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു കഥ എന്നാലാവും വിധം, ഞാനൊരു പ്രഭാഷകയൊന്നുമല്ല എന്നാൽ പോലും ഒരു കഥ പറയണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ഒരു പ്രഭാഷക ആവാനും ആത്മീയ ആചാര്യമൊക്കെ ആവണമെങ്കിൽ നമുക്ക് അത്രയും അറിവൊക്കെ വേണം. അതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ പോലെ എനിക്ക് പറയാൻ അറിയുള്ളൂ. പക്ഷെ ആ രീതിയിൽ കുറച്ച് കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സത്സംഗം, ഒരു ദിവസത്തെയെങ്കിലും ഒരു മീറ്റപ്പ് ഗുരുവായൂരിൽ വെച്ച് നടത്തണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ശ്രീ ഗുരുവായൂരപ്പനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കൂ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒത്തുചേരാൻ സാധിക്കട്ടെ അല്ലേ. ഗുരുവായൂരപ്പൻ അതിനും നമ്മളെ അനുഗ്രഹിക്കട്ടെ. ജിൻസി എന്ന ഭക്തയാണ് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത്, എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു ഗണപതി ഉണ്ട്. മോളുടെ കയ്യിൽ നിന്ന് അത് വീണു. ഗണപതിയുടെ കിരീടം അവിടെ പൊട്ടിയിട്ടുണ്ട്. വിഗ്രഹം ഇനി എന്താ ചെയ്യണ്ടേ? അല്ലെങ്കിൽ അത് കയ്യിൽ തന്നെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? വീഡിയോ സൂപ്പറാണ്, എല്ലാം മിസ് ചെയ്യാതെ കാണാറുണ്ട്. അത് കയ്യിൽ തന്നെ വെച്ചോളൂ, എന്തിനാ കളയണേ? വിഗ്രഹത്തിന്റെ ഒന്നാമത് അതിന്റെ കിരീടത്തിന്റെ അവിടെയാണ് പൊട്ടൽ വന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത് കുഞ്ഞു കുട്ടിയുടെ കയ്യിൽ നിന്ന് വീണതല്ലേ, അത് നമ്മൾ കാര്യമാക്കി എടുക്കണ്ട. ആ കുഞ്ഞിനോട് തന്നെ അതിന് പ്രായശ്ചിത്തമായിട്ട് ഗണപതിയുടെ മുമ്പിൽ നല്ലോണം എന്താ പറയുക, വിഘ്നേശ്വരനെ ഏത്തമിട്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞോളൂ കേട്ടോ. അല്ലാതെ അത് കളയണം എന്നില്ല. അനേകം ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗൃഹത്തിലെ കുട്ടികൾക്ക് വീണ് കയ്യോ കാലോ ഒടിഞ്ഞ് നമ്മൾ ആ കുട്ടികളെ ഉപേക്ഷിക്കല്ലല്ലോ ചെയ്യുക, അത് എങ്ങനെയാ നന്നാക്കുക എന്ന് നോക്കുകയല്ലേ ചെയ്യുക. അതേപോലെ വിഗ്രഹങ്ങളൊക്കെ നമ്മൾ നന്നാക്കി ഉപയോഗിക്കണം എന്ന് പല ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട് അത്രേ. എൻ്റെ അഭിപ്രായവും അത് തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് ഷമീന എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, സൗദ നമസ്കാരം. ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടു, വലിയ രാജവെമ്പാല എന്നെ ഓടിച്ചിടുന്നത്, ഭയപ്പെടുത്തുന്നതാണ് സ്വപ്നം. നാരായണീയം എഴുതുന്നുണ്ട്, 12 നമസ്കാരം ചെയ്യുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാരായണീയത്തിലെ 55-ാമത്തെ ദശകം കാളിയമർദ്ദനം എന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. ഞാനിതുപോലെ സർപ്പസംബന്ധമായ, പാമ്പ് സംബന്ധമായ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഗുരുവായൂരപ്പനോട് ഈ നാരായണീയത്തിലെ 55-ാമത്തെ ദശകം ചൊല്ലി നമസ്കരിക്കാറാണ് പതിവ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയാൽ, വിഷബാധാശമനം, രോഗശമനം എന്നുള്ളതിനൊക്കെയാണ് കാളിയമർദ്ദനം പറയുക. അപ്പോൾ ആ കാളിയമർദ്ദനം ചൊല്ലി നമസ്കരിച്ചോളൂ. ഏറ്റവും വലിയ വിഷപ്പാമ്പായ കാളിയൻ പാമ്പിനെ വരെ അവിടെ നിന്ന് ഓടിച്ച് രമണക ദ്വീപിലേക്ക് പറഞ്ഞയച്ച നമ്മുടെ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചാൽ നമ്മുടെ സ്വപ്നത്തിലെ ഈ ദുഷ്പ്രവൃത്തികളെല്ലാം ഇല്ലാണ്ടാക്കാൻ ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കും. അപ്പോൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കാളിയമർദ്ദനം ചൊല്ലിക്കോളൂ കേട്ടോ. 55, 56 ചൊല്ലി നമസ്കരിച്ചോളൂ. അടുത്തതായിട്ട് അമൃത എന്ന ഭക്താണ് ചോദിച്ചിരിക്കുന്നത്, സരിത ചേച്ചി എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. അവൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഹസ്ബൻഡിന് താല്പര്യമില്ല. അവൾക്ക് സങ്കടമാണ്. ഇനി എന്താണ് ചെയ്യുക, എന്താണ് ഇതിനെ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
നാരായണീയത്തിലെ 38ാമത്തെ ദശകം ചൊല്ലി നമസ്കരിക്കൂ. ഒന്നിലോ ഈ കുട്ടിയുടെ ആ മോഹം ഇല്ലാണ്ടാക്കട്ടെ, അതല്ലെങ്കിൽ ഹസ്ബൻഡിനും കൂടി അങ്ങനെ ഒരു മോഹം തോന്നട്ടെ. ഇത് രണ്ടിലേതായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 38ാമത്തെ ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ സന്താന ഗോപാല മന്ത്രം ചൊല്ലി നമസ്കരിക്കുന്നതും വളരെ നല്ലതാട്ടോ. അടുത്തതായിട്ട് സദാ ഒരു കാര്യം ചോദിക്കട്ടെ, വീട്ടിൽ എന്നും രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കാറുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ എനിക്ക് വൈകിട്ട് വിളക്ക് കത്തിക്കുന്ന സമയത്ത് അതിന് കഴിയാതെ വരുന്നു. ആ സമയത്ത് തന്നെ കത്തിച്ചില്ലെങ്കിൽ ദോഷമാണോ? ആ സമയം കഴിഞ്ഞാലും മുമ്മറത്ത് വെച്ചില്ലെങ്കിലും ഭഗവാന്റെ മുമ്പിൽ കത്തിച്ചു വെക്കാമോ? എപ്പോഴും ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചു വെക്കാം. പ്രഭാത സന്ധ്യയ്ക്കും പ്രദോഷ സന്ധ്യയ്ക്കും വിളക്ക് എന്തായാലും കത്തിച്ചു വെക്കണമെന്ന് നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്ധ്യാസമയത്ത് ഈശ്വര സാന്നിധ്യം ഭൂമിയിൽ കുറയുന്ന സമയമാണെന്നും ആ സമയം വിളക്ക് വെച്ച് നാമം ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നുമാണ് പൂർവികർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാ സമയത്തും ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചു വെക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പൊ ആ സമയത്ത് ഇപ്പോൾ ജോലി ഒക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ 7 മണിയാവും എത്തുമ്പോൾ. അങ്ങനെയുള്ള ആൾക്കാർ ആ സമയത്താണെങ്കിലും വിളക്ക് വെക്കട്ടെ അല്ലേ. വിളക്ക് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാട്ടോ. അടുത്തതായിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴാമെന്ന് പറഞ്ഞിട്ട് കുറേ കാലമായില്ലേ, അതൊന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാട്ടോ. അടുത്തതായിട്ട് ജിജി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, വൈശാഖ മാസം തുടങ്ങല്ലേ, നമുക്ക് കൃഷ്ണാരി മിത്രങ്ങൾക്ക് നാമം ജപം സംഘടിപ്പിച്ചുകൂടെ എന്നാണ്. തീർച്ചയായിട്ടും ഇതിന് ഒരു മൂന്നാമത്തെ കൊല്ലം, ഇതിന് മുമ്പത്തെ 3ാമത്തെ കൊല്ലമാണ് തോന്നുന്നു, ആദ്യമായിട്ട് ഞാൻ വൈശാഖ മാസത്തിൽ ഒരു നാമജപം സംഘടിപ്പിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത ബ്ലെസ്സിങ്സോട് കൂടിയിട്ടുണ്ടായിരുന്ന ഒരു വൈശാഖ മാസം തന്നെയായിരുന്നു അത്. 3 ലക്ഷം നാമം നമ്മൾ എല്ലാവർക്കും കൂടി ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ സമർപ്പിക്കാമെന്ന് പറഞ്ഞ എൻ്റെ മുമ്പിൽ 5 കോടി നാമമാണ് ഗുരുവായൂരപ്പൻ കൊണ്ടുവന്ന് തന്നത്. ഈ 5 കോടി നാമവും എണ്ണി തിട്ടപ്പെടുത്താനുള്ള ഒരു ആർജവും അന്ന് എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ദിവസവും മത്സരിച്ച് ഇത്ര നാമം ചൊല്ലി എന്ന് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഊർജവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് നാമജപം വെക്കാൻ. കാരണം ആ വൈശാഖം കഴിഞ്ഞ് വന്ന മണ്ഡലം 41 ദിവസവും ഞാൻ ഇതുപോലെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് കൂട്ടിയെടുക്കാനൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിൻ്റെ കയ്യിൽ നിന്ന് ആ എണ്ണമൊക്കെ മിസ്സായി. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വീണ്ടും വൈശാഖ മാസത്തിൽ പ്രത്യേകമായിട്ട് സംഘടിപ്പിക്കാം. നാമജപം മാത്രമല്ല, നമുക്ക് എന്തൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നാളെ തന്നെ നിങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കൂ. ഇന്നത്തെ വീഡിയോന്റെ താഴെയായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ കേട്ടോ. വൈശാഖ മാസത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം, കൃഷ്ണാരി മിത്രങ്ങൾ എല്ലാവരും ചേർന്ന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യൂ. നമുക്ക് എല്ലാവർക്കും കൂടെ അത് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ചേച്ചീൻ്റെ പേര് ഹരിത. എൻ്റെ മനസ്സ് മുഴുവൻ എൻ്റെ ഗുരുവായൂരപ്പനാണ്. ഒരു ദിവസം പോലും ഭഗവാനെ ഓർക്കാത്തതില്ല. എന്നും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയാണ് നടക്കുന്നത്. എനിക്ക് എൻ്റെ കണ്ണൻ കൂടെയുണ്ട് എന്ന് ഒരുപാട് തവണ കാണിച്ചു തന്നിട്ടുണ്ട്, അനുഭവങ്ങളും തന്നിട്ടുണ്ട്. പക്ഷെ ഈയിടെയായി എനിക്ക് എൻ്റെ കണ്ണൻ കേൾക്കാത്ത പോലെ തോന്നുന്നുണ്ട്, എന്നെ അറിയുന്നില്ലാത്ത പോലെ. എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. ഇപ്പോൾ ഒന്നിനു പുറമെയോ ഒന്ന് മൊത്തം പ്രശ്നങ്ങളാണ്, രോഗങ്ങളും, ഒന്നിനും ഒരു ഉത്സാഹവും ഇല്ല. മുമ്പും ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്കും ഭഗവാൻ ചേർത്ത് പിടിക്കൽ അത് അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആ ചേർത്ത് പിടിക്കൽ ഒരുപാട് സന്തോഷം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്താ പറ്റിയേ, എൻ്റെ കണ്ണൻ എന്നെ മറന്നു എന്ന രീതിയിലാണ് ഹരിത ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇല്ല. പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്കും ഇതുപോലെ കുറേ അവസരങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. നാരായണീയം വായിക്കാൻ തോന്നാറില്ല, നാമം ജപിക്കാൻ തോന്നാറില്ല, ഉണ്ണികൃഷ്ണൻ എന്താ കേൾക്കാത്തതെന്നൊക്കെ. അപ്പൊ കുറച്ച് ചീത്ത പറഞ്ഞാൽ മതി നമ്മുടെ ഉണ്ണികൃഷ്ണനെ. കടുത്ത ഭാഷയിൽ ചീത്ത പറയണമെന്നല്ല കേട്ടോ. ചില സമയത്തുണ്ടല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ഗുരുവായൂരപ്പനോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണെന്ന് തോന്നുന്നു, സംടൈംസ് യു ആർ സോ ക്രൂവൽ ഗുരുവായൂരപ്പ എന്ന്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പനോട്. ചില സമയങ്ങളിൽ ഭഗവാൻ വളരെ 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 ക്രൂരത കാണിക്കാറുണ്ട് എന്ന്. നാമം ചെല്ലുന്നതിൽ നിന്ന് നമ്മളെ അകറ്റുന്ന പോലെ, അല്ലെങ്കിൽ ആ ചേർത്ത് പിടിക്കൽ നമുക്ക് ഫീൽ ചെയ്യാത്ത പോലെയൊക്കെ നമുക്ക് അത് വെറും പോലെയാണ് കേട്ടോ. ഭഗവാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഭഗവാനെ ഒരിക്കൽ നമ്മൾ ഭഗവാനെ അറിഞ്ഞോ ഒരിക്കലും പിന്നെ ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കാതിരിക്കില്ല. അത്
എത്ര തന്നെ നമ്മൾ ഡൗൺ ആയി പോയാലും പിന്നെ വരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ ആവുമ്പോൾ നമുക്കും ഒരു അഹങ്കാരം വരും. നമ്മുടെ ഉണ്ണികൃഷ്ണനുണ്ട്, എന്തും നോക്കിക്കോളും, നമുക്ക് എന്തും ചെയ്യാം എന്നൊക്കെ ഒരു തോന്നൽ വരുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഭഗവാൻ നമ്മളിൽ നിന്ന് ഇങ്ങനെ എന്താ പറയാ മറഞ്ഞിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, മറഞ്ഞിരിക്കുന്നതാണ് ഗുരുവായൂരപ്പൻ. അതൊന്ന് മനസ്സിലാക്കൂ. ഏറ്റവും പ്രിയപ്പെട്ട ഗോപികമാരുടെ മുമ്പിൽ നിന്ന് ഭഗവാൻ നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒന്ന് മറഞ്ഞിരുന്ന കഥയൊക്കെ രാസക്രീഡ എന്ന ഭാഗം കേൾക്കുന്ന സമയത്ത് നമുക്ക് ആചാര്യൻ വിവരിച്ചു തരാറില്ലേ. കുറച്ചു നേരത്തൊക്കെ ആണെങ്കിലും ആ ഗോപികമാരുടെ അടുത്ത് നിന്ന് ഭഗവാൻ ഒന്ന് മറഞ്ഞു മായ കാട്ടി എന്ന അതേപോലെ ഒരു മറഞ്ഞു മായ കാട്ടലാണ് ഇത് എന്ന് ഒന്ന് വിശ്വസിച്ചു നോക്കൂ. ആ മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ആ സമയത്ത് ആ ഗോപികമാർക്ക് ഭഗവാനെ കാണാൻ സാധിച്ചിരുന്നില്ല, പക്ഷെ ഭഗവാൻ അപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഒരു വ്യത്യാസവും ഇല്ല. അതെ, അത്ര നേരം എങ്ങനെയാ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് കാണുമ്പോൾ എന്താ കാണാനില്ല ഉണ്ണികൃഷ്ണനെ. അതിനുശേഷം ഭഗവാൻ മുമ്പിലേക്ക് വരുന്ന ഒരു ഭാഗമുണ്ട്. എന്താ പറയാ, തഥാവിധ സങ്കുലമാനസാനം വ്രജാംഗനാനം കരുണൈക സിന്ധു ജഗത്രയീ മോഹനാത്മ. അത്രയ്ക്കും എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും അതിസുന്ദരനായി ഭഗവാൻ കാണപ്പെട്ടു എന്ന് പറയാറില്ലേ, അതേമാതിരി ഗുരുവായൂരപ്പൻ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ കണ്ണുകൾ കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ ഭഗവാൻ അതുവരെ നമ്മളുടെ ഉള്ളിലുണ്ടായിരുന്നത് ആ ഫീൽ പിന്നെ നമുക്ക് കിട്ടുന്നില്ല എങ്കിലും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ചെറിയ 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 പിൻവാങ്ങലുകൾ ചിലപ്പോൾ വലിയ രീതിയിൽ നമ്മളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നാമം ജപിക്കും ഓരോ നിമിഷവും. ഇനി നാമം ജപിക്കുമ്പോഴും എന്താ പറയുക, നമുക്കത് ഫീൽ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഉണ്ണികൃഷ്ണനോട് അങ്ങനെ തന്നെ പറയൂ, എവിടെയാ പോയിരിക്കണേ ഉണ്ണികൃഷ്ണ. എൻ്റെ ഫ്രണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കാറുണ്ട്, എവിടെ ഇഷ്ടമാന്ന്, എവിടെയാ പോയേ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കില്ലേ. ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു ഭാഷയാണ് കേട്ടോ, എവിടെയാ ഇഷ്ടമാന്ന് ചോദിക്കില്ലേ, അതുപോലെ ചോദിക്കുക, എവിടെ എൻ്റെ ഉണ്ണികൃഷ്ണന്ന്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ഇവിടെ തന്നെ ഉണ്ട്, നീ കാണാത്തോണ്ടാണ്, നീ ഒന്ന് ശരിക്കും കണ്ടുവന്ന് നോക്കൂ അപ്പം എന്നെ കാണാൻ പറ്റുമെന്ന് പറയുണ്ടാവും. അതുപോലെ ഉണ്ണികൃഷ്ണനോട് ചോദിക്കൂ, എവിടെയാ എൻ്റെ ഉണ്ണി പോയിരിക്കണത്, എന്താ എന്നെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ വിട്ടിട്ട് അകന്നകന്നകന്ന് പോണത്, ആ കൈയിന്റെ ഒരു വിരലിന്റെ ഒരു തുമ്പെങ്കിലും എനിക്ക് തന്നില്ല വെച്ചാൽ എനിക്കൊരു ആശ്വാസം ഉണ്ടാവില്ല കേട്ടോ. എന്നെ ശരിക്കും ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ് വേണ്ടത്, പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല വെച്ചാൽ ആ വിരൽ തുമ്പെങ്കിലും എനിക്കൊന്ന് തരൂ കേട്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഉണ്ണികൃഷ്ണനും ഓടി വരും കേട്ടോ. വരാതിരിക്കാൻ ഉണ്ണികൃഷ്ണനും സാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ അനുഭവങ്ങളിലൂടെ മനസ്സിലാവണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയാണ്. നാളെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പൻ അതിനെ അനുഗ്രഹിക്കട്ടെ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി.